വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ മേഖലയിൽ നിന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെത്തി. ഇതോടെ മരിച്ചവരുടെ എണ്ണം 7ആയി. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെയാണ്. അതേസമയം കൊങ്കൺ റെയിൽവേയുടെ വിദഗ്ധ സംഘം അപകട സ്ഥലം സന്ദർശിക്കും. തുരങ്കപാത നിർമ്മാണം തുടർന്നോ എന്ന് പഠിക്കാനുള്ള വിദഗ്ധ സമിതിയെയും ഇന്ന് പ്രഖ്യാപിച്ചേക്കും. വൈഷ്ണ പ്രഭാകരൻ ചേരുന്നു വിവരങ്ങളുമായി. വൈഷ്ണ, ഏതായാലും രണ്ടുപേർക്കായി തെരച്ചിൽ ആരംഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുകയാണ്. മരണസംഖ്യ അങ്ങനെ 7 ആയിരിക്കുകയാണ്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? അതേ ദീപ്തി, ഇപ്പോൾ ഇന്ന് നടത്തിയ തെരച്ചിലിൽ ഒരാളുടെ കൂടി മൃതദേഹം ലഭിച്ചിട്ടുണ്ട്. പുഴയുടെ സമീപത്ത് നിന്നു തന്നെയാണ് മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. വളരെ ഒരു ദ്രുതഗതിയിലുള്ള ഒരു തെരച്ചിലായിരുന്നു ഇന്നും നടന്നിരുന്നത്. പ്രതികൂല കാലാവസ്ഥ വരുന്നതിന് മുമ്പ് തന്നെ തെരച്ചിൽ പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ദ്രുതഗതിയിലുള്ള തെരച്ചിലായിരുന്നു നടത്തിയിരുന്നത്. അപ്പോൾ അതിൽ ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുകയാണ്. ഇന്നലെ 3 പേരുടെയും മൃതദേഹം കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ ഇന്ന് ഒരാളുടെ കൂടി മൃതദേഹം ലഭിച്ചതോടെ ഇതുവരെ കണ്ടെത്തിയ ആളുകളുടെ എണ്ണം, മരിച്ചവരുടെ എണ്ണം 7 ആയിട്ടുണ്ട്. ഇനി ഒരാളെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. 8 പേരായിരുന്നു ഈ മണ്ണിനടിയിൽ പെട്ടു എന്ന് പറഞ്ഞിരുന്നത്. അതിൽ 7 പേരുടെയും മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. 1-3 സോണുകളിലായിട്ടാണ് പരിശോധന നടന്നിരുന്നത്. ഈ സോണുകളിൽ നിന്ന് തന്നെ ഒരു ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഒരു മൃതദേഹം ലഭിച്ചിട്ടുള്ളത്. രാകേഷ് ഗുജേത് അതുപോലെ വിക്രം റാണ, ഈ 2 പേരുടെയായിരുന്നു മൃതദേഹം ലഭിക്കാനുള്ളത്. ഇതിൽ ഒരാളുടെ മൃതദേഹമാണ് ലഭിച്ചിട്ടുള്ളത്. ആരുടെ മൃതദേഹമാണ് ലഭിച്ചത് എന്ന് വ്യക്തമായിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഒരു മൃതദേഹം കൂടി ലഭിച്ചിരിക്കുകയാണ്. എന്തായാലും ഇന്നും ഇന്നലെയുമായിട്ട് മഴ കുറച്ച് മാറി നിൽക്കുന്ന സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ കുറച്ച് അനുകൂലമായിരുന്നു. അതുകൊണ്ട് തന്നെ തെരച്ചിൽ ദ്രുതഗതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. NDRF, STRF അതുപോലെ വനം വകുപ്പ്, ഫയർഫോഴ്സ് എല്ലാവരുടെയും തമ്മിലുള്ള ഒരു കോർഡിനേഷന്റെ ഭാഗമായിട്ടുള്ള ദ്രുതഗതിയിലുള്ള തെരച്ചിലാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ 4ാം ദിവസമാണ്. 1-2 ദിവസങ്ങളിൽ കാര്യമായ തെരച്ചിൽ നടത്താൻ സാധിച്ചിരുന്നില്ല. കാരണം പ്രതികൂല കാലാവസ്ഥയായിരുന്നു. ഇപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ടാണ് ഇപ്പോൾ വളരെ ദ്രുതഗതിയിൽ തെരച്ചിൽ നടത്താനും എല്ലാം സാധിച്ചത്. അതുപോലെ കെടാവർ നായകളടക്കം എത്തിയിട്ടുള്ള തെരച്ചിലാണ് നടക്കുന്നത്. എന്തായാലും ഇനി അതേസമയം ഇന്ന് ഇപ്പോൾ കൊങ്കൺ പാത സമിതി ഇപ്പോൾ ദുരന്ത സ്ഥലം സന്ദർശിക്കും. അതുപോലെ തന്നെ ഇന്ന് ഇപ്പോൾ വിദഗ്ധ സമിതി ഈ ഒരു തുരങ്കപാത ഇനി തുടരണോ അല്ലെങ്കിൽ തുരങ്കപാതയുടെ ഭാവി എന്തെന്ന് തീരുമാനിക്കാനുള്ള ഒരു യോഗം വിദഗ്ധ സമിതിയെ ഇന്ന് തീരുമാനിക്കും. അത് ആ വിദഗ്ധ സമിതിയിൽ തുരങ്കപാത നിർമ്മാണ അതോറിറ്റി ഉണ്ടാവും. അതുപോലെ ജിയോളജിക്കൽ വകുപ്പിലെ ആളുകളുണ്ടാവും. അതുപോലെ ശാസ്ത്രജ്ഞർ, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ചേർത്താണ് ഈ ഒരു വിദഗ്ധ സമിതി രൂപീകരിക്കുക. ഈ വിദഗ്ധ സമിതി നടത്തുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായി അവർ കണ്ടെത്തുന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു തുരങ്കപാത ഇനി മുന്നോട്ട് കൊണ്ടുപോകണോ എന്നുള്ളത് തീരുമാനമുണ്ടാവുക. എന്തായാലും ഇന്നിപ്പോൾ ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ മരണം 7 ആയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം വളരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനി ഒരാളെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ദീപ്തി, ശരി. എന്തായാലും ഇന്ന് 4ാം ദിവസവും ഈ ഒരു കള്ളാടി മണ്ണിടിച്ചിലുണ്ടായ മേഖലയിൽ തെരച്ചിൽ ആരംഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുകയാണ്. 2 പേരുടെ മൃതദേഹമാണ്, ക്ഷമിക്കണം, 2 പേരെ കൂടിയാണ് കണ്ടെത്താനുണ്ടായിരുന്നത്. ഇതിലിപ്പോൾ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. ഇതോടെ മരിച്ചവരുടെ എണ്ണം 7 ആയി ഉയർന്നിരിക്കുകയാണ്. മരണസംഖ്യ 7 ആയി ഉയർന്നിരിക്കുകയാണ്. ഇനി ഒരാളെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. അതോടൊപ്പം തന്നെ കൊങ്കൺ റെയിൽവേയുടെ വിദഗ്ധ സംഘം അപകട സ്ഥലം സന്ദർശിക്കും. തുരങ്കപാത നിർമ്മാണം തുടരണോ എന്ന് പഠിക്കാനുള്ള വിദഗ്ധ സമിതിയും ഇന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. ഏതായാലും സംഭവത്തിൽ ഇപ്പോൾ കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ ഈ മേഖലയിൽ ഇപ്പോഴും 4ാം ദിവസവും തെരച്ചിൽ തുടരുകയാണ്. ഈ മഴ ഒന്ന് ശമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് തെരച്ചിൽ വീണ്ടും പുനരാരംഭിച്ചത്. ഏതായാലും തെരച്ചിലിൽ ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുകയാണ്. ഇതോടെ മരിച്ചവരുടെ എണ്ണം 7 ആയി ഉയർന്നിരിക്കുകയാണ്. ഇനി ഒരാളെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. വൈഷ്ണ പ്രഭാകരനാണ് വിവരങ്ങൾ നൽകിയത്.